അങ്ങനെ നായന ഓഫീസിൽ നിന്ന് വന്ന പാടെ അനാമിക അവളെ ഓരോന്നുണ്ടാക്കിത്തുന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഈ സമയം ജാനകിയും വന്നിട്ട് അവളെ നന്നായിട്ട് ടോർച്ചർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, നീ ചപ്പോട്ടിലൊക്കെ കിടന്ന് നായനെയൊക്കെ പിടിച്ചോന്ന് പെരക്കത്തിട്ടാല് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ അവള് ജാനകി കുറേയൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നായനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവിയെ എന്നിട്ട് ജാനകിക്കിട്ടും അനാമിക്കിട്ടുള്ള ശരിക്കും പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നാൽ മതി, അല്ലെങ്കിൽ നായനയ്ക്ക് സൗകര്യമുള്ളപ്പോൾ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞ് നായന നീ പോയി റെസ്റ്റ് എടുത്തോളാൻ പറയുന്നുണ്ട്. അങ്ങനെ നായനെ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ശ്വേതയും ആദർശമായിട്ടുള്ള സംഭവമൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നയന സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് മുറിയിൽ പോയി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ലൈറ്റ് ഒന്നും ഇടാതിരിക്കാൻ കേട്ടോ, രാത്രിയാവുകയാണ്. അങ്ങോട്ടേക്ക് ആദർശം വന്നിട്ട് നോക്കുന്നുണ്ട്, ലൈറ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് നയന അടുത്തേക്ക് പോവാണ്. എന്താ നയന, നിനക്കെന്താ സംഭവിച്ചേ? നീ എന്താ ലൈറ്റ് പോലും ഇടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പം അല്ല നീ എന്തിനാ കരഞ്ഞത്, നിന്റെ മുഖം കണ്ടിട്ട് ആകെപ്പാടെ കരഞ്ഞ അവസ്ഥയിലാണല്ലോ എന്ന് പറയുമ്പം ഒന്നുമില്ല എന്ന് പറയാണ്. അല്ല എന്തോ ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട്, എന്താ പറ്റിയേ? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താ നയന കാര്യം പറയാന്ന് പറയുമ്പോൾ ഒന്നുമില്ല ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഓഫീസിൽ അങ്ങനെ ചൂടായനാണോ? നീ കാര്യമാക്കണ്ട, ഓഫീസിലെ നീ എൻ്റെ എംപ്ലോയി, ഞാൻ നിന്റെ ബോസുവാ, ആ കാര്യം മറക്കരുത്. അപ്പം ഞാൻ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ എടുത്തു ഇരിക്കും. പിന്നെ അവിടെ എൻ്റെ വൈഫാണെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് കൂടുതൽ കെയറിങ്ങും തരാനൊന്നും പറ്റില്ല കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇറങ്ങിപ്പോവാണ്. ശരിക്കും എൻ്റെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ. ശ്വേതയുമായിട്ട് ആദർശിനെ കണ്ടതിനുള്ള ആ ഒരു വിഷമത്തിലാണ് നയനോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പക്ഷേ ആദർശിന് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ അനിയും തെറ്റിദ്ധരിക്കുന്നുണ്ട് ആദർശിനെ, മറ്റൊരു പ്രണയം ആദർശിനുണ്ടെന്ന് കരുതിയിട്ട് അനി ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് ജലജയും അനാമികയും ജാനകിയും കൂടിയിട്ടാണ്. അങ്ങനെ ഒരു കിച്ചണിൽ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് നമ്മുടെ അനാമിക ഒരു രസം വെക്കുന്നുണ്ട്. എന്നിട്ട് ജലജ അപ്പം ചെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറയാണ്. ജലജ കുടിച്ചു നോക്കിയിട്ട് ഓർക്കാണ്, ഈശ്വര എല്ലാവരും എളുപ്പത്തിലുണ്ടാക്കുന്നതാണ് രസം, അതുപോലെ ഇവിടെ വിഷത്തിലാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തൊരു കയ്പായതിനെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു തേങ്ങയിൽ ഈ ഇതൊക്കെ കത്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മുടെ നവ്യ. വന്നിട്ട് 3 പേരെ ഇങ്ങനെ ദൃഷ്ടി ഒഴിഞ്ഞിടുന്ന പോലെ ഒഴിഞ്ഞിട്ടിട്ട് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ജലജ ചോദിക്കുകയാണ്, എന്തായിരുന്നു ഞങ്ങളെ കളിയാക്കുവാണെന്ന് ചോദിക്കുമ്പം അല്ല ഈ മൂവർ സംഘം അടുക്കളയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ആർക്കും കണ്ണൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ദൃഷ്ടി ചൊട്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും ഇവളുടെ അട്ടഹാസമാണ് സഹിക്കാൻ വയ്യാത്തതെന്ന് ജലജ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി പറയാണ്, രാവിലെ എൻ്റെ മരുമകള് അവളുടെ ഒരു സാധനം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴേക്കും എന്ത് അഹങ്കാരമായിരുന്നു, അവൾ ഉണ്ടാക്കുന്ന മുറിയിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന വലിയ മഹാറാണിയാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അവൾ അടുക്കളയിലേക്ക് പോലും കയറാറില്ല, ആർക്കൊന്നും ഉണ്ടാക്കി തരാറുമില്ല എന്നൊക്കെ പറയാണ്. ജലജ പറയാണ്, അതിന് നിന്റെ മരുമകളെയും പറഞ്ഞാൽ മതിയല്ലോ, അടുക്കള ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ചെയ്താലും ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ആവേശം കാണിച്ച് ഏറ്റെടുത്തതല്ലേ, അതിനിടയിൽ എന്നെ കൂടെ കൊണ്ട് പെടുത്തി, ഞാനിപ്പോൾ കിടന്ന് അനുഭവിക്കുവാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ എന്തൊക്കെയോ പ്ലാനിങ് നടക്കുന്നുണ്ട്. ജലജ പറയാണ്, അന്നത്തെ ആ സംഭവം തന്നെ, അതായത് എല്ലാവരും മുമ്പിൽ വെച്ച് ദേവിയനോട് ഓഫീസിൽ പോക്കട്ടെന്ന് ചോദിച്ചാൽ നീ എതിർക്കുമെന്നും സമ്മതിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതവരങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴേക്കും ശരിയാ, മുറ്റത്ത് നിന്ന് അനിയും നവ്യയും നയനയും കൂടി സംസാരിക്കായിരുന്നു ഈ ഒരു കാര്യത്തെപ്പറ്റി, അപ്പം എന്ത് വന്നാലും അവളെ വിടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാ, അങ്ങനെയാണ് ഞാൻ അകത്തേക്ക് കയറിപ്പോകുന്നത്. ഈ സമയത്താ നയന ദേവിയനോട് ചോദിക്കുന്നത് കേട്ടത്. ഞാൻ എടുത്തടിച്ച് സംസാരിച്ചപ്പോഴേക്കും എന്നോടുള്ള വാശിയുണ്ടാ ചേച്ചി അവളെ ഡിസൈനിങ് ചെയ്യാൻ പറഞ്ഞു വിട്ടതെന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, ഇനി കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ നീക്കണം, കാരണം നയനെ നവ്യയും കൂടെ ഒരുമിച്ചേക്കാം. അപ്പോൾ രണ്ടവളന്മാരും, ഒരാൾക്ക് ബുദ്ധിയും ഒരാൾക്ക് ബാക്കി എല്ലാ കുനിഷ്ടും അറിയാം, അതുകൊണ്ട് രണ്ടുപേരും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, രണ്ടുപേരെയും ഏത് നേരം ഏത് രീതിയിൽ നമുക്ക് എവിടെ നിന്നുള്ള പണി വരാം അതൊന്ന് ഓർമ്മ വച്ചേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കിച്ചൺ ഡ്യൂട്ടി നമ്മളുടെ തലയിലായി, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നയന വൈകുന്നേരം ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയാണ്, മഹാറാണിയമ്മ വന്നു, ഇനിയിപ്പം ഇവിടെ എല്ലാവരും അവളുടെ കാല് കഴുകി കുടിക്കണമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നീ എന്തിനാ ജാനകി ആവശ്യമാത്ത കാര്യമൊക്കെ പറയുന്നത്, അവൾ ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് വന്നതല്ലേ, ഓഫീസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഒരു ഡെസ്ക്ടോപ്പിന് മുമ്പിലിരുന്ന് വർക്ക് ചെയ്തിട്ട് വന്നതല്ലേ, ഒരു സ്ക്രീനിന് മുമ്പിൽ ഇരിക്കുമ്പം എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമ്മളെല്ലാവരും കാണുന്നതല്ലേ, അനിയും ആദർശും ജയേട്ടനും അങ്ങനെ എല്ലാവരും ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് വരുമ്പം അവർ എന്തുമാത്രം ടയർഡായിരിക്കുന്നത് എല്ലാവരും കാണുന്നതാണല്ലോ, അതുപോലെ തന്നെയല്ലേ നയന. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ശരി എന്ത് വെച്ചാൽ ആയിക്കോട്ടെ, ബാക്കി അടുക്കളയിൽ കയറി ഡിന്നർ ഉണ്ടാക്കാൻ നോക്ക്. അപ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നുണ്ട്,
ഓഹോ, അത്രമാത്രം ആയല്ലേ നീ? അവൾ ഓഫീസിൽ വർക്ക് ചെയ്ത് വന്നിട്ട് അവൾ ഇനി അടുക്കളയിൽ കയറി പാചകം ചെയ്യണമെന്ന് നീ പറയുന്നേ? അപ്പോഴേക്കും ജലജ പറയാണ്, അതിനെന്താ ഏട്ടത്തി, ഓരോ ലേഡീസ് ഇപ്പൊ എത്രയോ ജോബായിട്ടുള്ള വുമൻസ് ഒക്കെ പോയിട്ട് അവര് വീട്ടിലുള്ള എല്ലാ ജോലികളും തീർത്തിട്ടാ ഓഫീസിലേക്ക് പോവാ. ഓഫീസിൽ പോയിട്ട് വന്നാലും അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവയാനി പറയാണ്, അത് വീട്ടില് ആരുമില്ലാത്ത സാഹചര്യത്തില് ഇവിടെ ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, നീയും അതുപോലെ ജാനകിയും അനാമിക്കൊക്കെ അടുക്കള തങ്ങളുടേതായിട്ട് വേണമെന്നായിരുന്നല്ലോ നിർബന്ധം. അതുകൊണ്ട് നിങ്ങൾ മൂന്നുപേരും തന്നെ ഡിന്നർ ഉണ്ടാക്കിയാൽ മതി, ഇവിടെ മറ്റാരും വരുന്നില്ല. നിങ്ങൾക്ക് അടുക്കള വേണമെന്ന് ഭയങ്കര നിർബന്ധമല്ലായിരുന്നോ? അതങ്ങ് നടത്തിക്കോ. നയനെ ആരും വിളിക്കണ്ട. ഇവിടുത്തെ ആണുങ്ങൾ പോയി ജോലി ചെയ്തിട്ട് വരുമ്പം അവർക്ക് എന്തുമാത്രം ടയേർഡ് കാണുമോ, അത്രത്തോളം ടയേർഡ് നയനയ്ക്കും ഉണ്ട്. നയന, നീ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ശരി അമ്മയെന്നും പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ അവൾ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ദേവേനി പറയാണ്, അനാമിക, നയനിക്ക് ഒരു കോഫി കൊണ്ടുവന്നേ എന്ന് പറയുമ്പോഴേക്കും ഞെട്ട് നിൽക്കുകയാണ് കേട്ടോ അനാമികയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയൊക്കെ. അപ്പോഴേക്കും അനാമിക ഇങ്ങനെ ജാനകിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ജാനകി കിടന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഹാളിലേക്ക് വരികയാണ്. എന്താ പറഞ്ഞേ? ഇവക്ക് എന്റെ മരുമകളെ ചായ എടുത്തു കൊടുക്കാനോ? അത് പറയാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, അതിനെന്താ കുഴപ്പം? നയനെ എത്രയോ തവണ അനാമികയ്ക്ക് ചായ ഇട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെയാണോ ഇത്? അവളെപ്പോലാണ് ഇവള്. അനാമിക എവിടെ കിടക്കുന്നു, നയന എവിടെ കിടക്കുന്നു? നയന വെറും ചപ്പുകൊട്ടൻ വന്ന വേസ്റ്റാ. അങ്ങനെയാണോ എൻ്റെ അനാമിക മോള്? അവളെ നല്ല ഒന്നാന്തരം തറവാട്ടി തന്നവളാ. അപ്പോഴേക്കും ചാടി എണീച്ചോണ്ട് ദേവയാനി, നീ എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നിന്നോട്. ഈ വീടിന്റെ താക്കോൽ സഹിതം ഞാൻ നയനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതായത് ഈ അനന്തപുര തറവാടിന്റെ അവകാശി ഇപ്പോൾ നയനയാ. ഇവിടെ നടത്തിക്കൊണ്ട് പോകേണ്ടതും അവളാ. അപ്പം ഇത്രയും കോടികളുടെ സ്വത്തിന് അവകാശിയും അവള് തന്നെയാ. അതുകൊണ്ട് അവള് ചപ്പുകൊട്ടൻ നിന്ന് വേസ്റ്റാണെന്നും ആരും പറയണ്ട. പിന്നെ ജാനകി, നിന്റെ ഫ്ലാഷ് ബാക്ക് കൂടെ ഒന്ന് ചിന്തിക്കാൻ നല്ലതായിരിക്കും. നീ എവിടുന്ന് വന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നീ ഓർക്ക് നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി മിണ്ടാ നിൽക്കുകയാണ്. നയനൊരു കോഫി വെച്ചാല് അത് ഇട്ടുകൊടുക്കേണ്ടത് കിച്ചൺ ഡ്യൂട്ടിലുള്ള ആൾക്കാർ തന്നെയാ. അതിന് ആരും യാതൊരു മടിയും ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. നയന പറയാണ്, അയ്യോ അമ്മ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ കുളിച്ചതപ്പം ഞാൻ നല്ല ഓക്കെ ആയി. ഞാൻ കിച്ചണിൽ കയറിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് കോഫി ഒന്നും വേണ്ടെന്ന് പറയുമ്പം നീ അവിടെ ഇരിക്കുന്ന നയന, അനാമിക പോയി കോഫി ഇട്ടുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അനാമിക അവിടെ ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോഴേക്കും എന്താ അനാമിക, നിനക്ക് പറഞ്ഞാൽ കേൾക്കാൻ വയ്യേ എന്ന് പറയുകയാണ്. അനാമിക ജാനകിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജാനകി തലകുണിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം നീ എവിടുന്ന് വന്നേന്ന് ആലോചിച്ച് നോക്കുക എന്ന് നമ്മുടെ ദേവേനി പറഞ്ഞപ്പോൾ തന്നെ ജാനകി അങ്ങ് ഒരുങ്ങി തീർന്നു. അങ്ങനെ എല്ലാവരും വിളിച്ച് നാണം കെട്ട് അനാമിക പോയിട്ട് ഒരു കോഫി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. നയന വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ദേവേനെ സമ്മതിക്കുന്നില്ല കേട്ടോ. അനാമിക ഒട്ടും ഇഷ്ടമില്ലാതെ പോയിട്ട് ഒരു കോഫി ഇട്ടോണെന്ന് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. താങ്ക്സ് നയന എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഉഗ്രഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ അനാമിക. നയന ഇങ്ങനെ നോക്കി കടിച്ചു തിന്നാനുള്ള അവസ്ഥയിൽ ഇങ്ങനെ അവൾ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ആകെപ്പാടെ വിഷമാവുന്നുണ്ട് നയനയ്ക്ക്. എന്നിട്ട് ജാനകി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശന്നിട്ട് പറയുന്നുണ്ട്, ആ മനുഷ്യനോട് ഇരിക്കുന്നുണ്ടെന്ന് പോലും ഓർക്കാതെയാണല്ലോ എല്ലാവരും കിടന്ന് ഇങ്ങനെ തർക്കിക്കുന്നത്. എന്തൊക്കെ പ്രശ്നം എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ നേരത്തെയൊക്കെ ഞങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു. ഇപ്പൊ മുതിർന്നവർക്ക് ഈ വീട്ടിൽ യാതൊരു വിലയില്ല. തമ്മിത്തല്ലും മടിയും എന്തൊക്കെ കാണണ്ടേ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞിട്ട് അവിടുന്ന് മുത്തശ്ശിയും ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്.